അവർ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഏതോ ഒരുത്തനും വന്ന് അൻസിയുടെ തോളത്ത് മുട്ടിയത്. എടോ തനിക്കെന്താ കണ്ണില്ലേ? എവിടെ നോക്കിയാ നടക്കുന്നേ? ഹേ ബേബി സോറി, ഞാൻ അറിയാതെ തന്നെ മുട്ടിയതാ. എന്തായാലും സുന്ദരി തന്നെ. ബേബി ചൂടാകുമ്പോണ്ടല്ലോ ഈ രണ്ട് കവിളിൽ ഇങ്ങനെ ചുവന്ന് തുടിക്കും. അവൻ അൻസിയുടെ കവിളിൽ കൈവയ്ക്കാൻ നോക്കിയതും ആദ്യം അവൻ്റെ കവിളിൽ ആഞ്ഞ് തല്ലി. എടി മിണ്ടാതോടൂ, താൻ അൻസിയോട് സോറി പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയാൽ മതി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വീണ്ടൊന്ന് തല്ലോ. എന്നാ ഒന്ന് കാണല്ലോ. എന്താ പിള്ളേരെ ഇങ്ങോട്ട് വാടാ. എന്താ ബോസ് ഇവളെന്നെ തല്ലി? ഏതവളാണ് ഞങ്ങളുടെ ബോസിനെ തല്ലിയത്? ദേഷ്യത്തോടെ അവന്മാരുടെ മുന്നിലേക്ക് നോക്കിയതും ആദ്യം കണ്ട് അവന്മാർ ആരെയിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. ബോസ് ഇതാരെന്നറിയോ? ഏതവളാണെങ്കിലും എനിക്കെന്താ? ഇന്ന് അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലി. ഇവളെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തല്ലും. അതു നീ ഇടപെടണ്ട. ഇവൻ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കട്ടെ? വേണ്ട പെങ്ങളെ, ബോസ് ആളറിയാതെ ചെയ്തായിരിക്കും. പെങ്ങളോ? നീ എപ്പോഴും ഇവിടേക്ക് ആങ്ങളായത്? പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ തൻ്റെ ബോസിനോട് ഞാൻ ആരാണെന്ന്? പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള തൻ്റെ ഒക്കെ ഒരുമാതിരി ഇളക്കമുണ്ടല്ലോ, അത് നീ ഇറക്കി വെച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് ഇളക്കും. എടി ബോസ് വേണ്ട, വിഹാൻ സാറിൻ്റെ പെങ്ങളും ഭാര്യയാണ്. സാർ അറിഞ്ഞ വിഹാന്റെ പേര് കേട്ടതും ബോസ് കിടന്ന് വിറച്ചു. അയ്യോ ബോസിന് ചൂടെടുക്കുന്നുണ്ടോ തോന്നുന്നു. ഡോ തൻ്റെ ബോസിനോട് പറഞ്ഞേക്ക് ഞങ്ങളെ കാണുമ്പോൾ മാത്രമല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇളക്കം തീർക്കുമെന്ന്. അല്ലെങ്കിൽ ഡാറിട്ട റോഡ് പോലെ ആവും നിങ്ങൾ. കേട്ടോ വാ അതു. ഇതെല്ലാം ചെറിയ ചിരിയുടെ വീണ് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വിഹാനെ കണ്ട് അവന്മാർ പ്രേയത്തെ കണ്ട പോലെ വിറയലോടെ വിറയലും. ജനങ്ങൾ പിന്നെ ഷൂട്ടിംഗ് കാണുന്ന പോലെ അല്ലേ തിക്കി തിരക്കി നിൽക്കുന്നേ. ഷരൻ ഏട്ടാ ഇവരെ നോക്ക്, ഞാൻ ഒരു പഴയ കണക്കുണ്ട്, അത് കൊടുത്തു വരാം. ബോസേ സുഖമല്ലേ? സുഖം. പേടിക്കേണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ പെങ്ങളെ മുട്ടിയ നീയല്ലേ? അതെ. ഇതിരിക്കട്ടെ. എൻ്റെ പെണ്ണിനെ തൊട്ടത് ഇവന്മാരിൽ ഒരുത്തനാണെങ്കിലും ഇവന്മാരൊക്കെ ഞാൻ നല്ലതുപോലെ ചതച്ചിട്ടുണ്ട്. ഇപ്പൊ നിന്നെയും ചതച്ചു. ഇനി മോൻ ഓർത്തോ, എൻ്റെ ഈ വിഹാന്റെ ഭാര്യയും പെങ്ങളെയും നീ ഉപദ്രവിച്ചാൽ അറിയാലോ വിഹാനെ, പിന്നെ നീ അഴിക്കുള്ളിലാവും. കേട്ടോടാ. ആദ്യം അവളുടെ വിനോദിനെ പ്രണയത്തോടെ നോക്കി നിന്നു. ആദ്യ വിനുവിനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അൻസി അവളൊന്ന് തട്ടി. അതും ഇതൊരു മാളാണ് കേട്ടോ. ഭർത്താൻ വീട്ടിൽ ചെന്നിട്ട് വാ നോക്കിക്കോ. ഇത് മാളാണെങ്കിൽ എന്താ, ഞാൻ എൻ്റെ വിനോദനല്ലേ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമ്പുച്ച ഉണ്ടെങ്കിൽ നീ വാ നോക്കി നിൽക്കല്ലേ? അത് പറയണ്ടോ? നോക്കി നിൽക്കും. അൻസിലിയോട് പറഞ്ഞു. ആദ്യം ഒന്ന് മൂളിക്കൊണ്ട് വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വിനോട്ടാ വാ വീട്ടിലേക്ക് പോവാം. അവൻ അവളൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഷറേൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി. എന്തിപ്പോൾ ഇവിടെ സംഭവിച്ച്? അൻസി ആദ്യയുടെ കയ്യിൽ പിടിച്ച് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ കാറിൽ ആരും ഒന്നും മിണ്ടിയില്ല. എന്താ അൻസി, എന്നെന്താ പെട്ടെന്ന് പറ്റിയേ? എനിക്കറിയില്ല. കാർ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയതും പിന്നെ ഡോർ തുറന്ന് കാറ്റുപോലെ റൂമിലേക്ക് പോയി. അതു ഏട്ടൻ്റെ അടുത്തേക്ക് നീ ചെല്ല്. ഇപ്പം അങ്ങോട്ട് ഞാൻ ചെന്ന എന്നെ ഏട്ടൻ വറുത്ത് കോരും. അൻസി നീ പേടിക്കൊന്നും വേണ്ട, നീ ചെല്ല്. പോവല്ലേ? ആദ്യ റൂമിലേക്ക് നടന്നു. വാതിൽക്കിലെത്തിയതും ആമ പുറത്തേക്ക് തലയിട്ട പോലെ ആദ്യ ഡോറിൻ്റെ അടുത്ത് നിന്നും അകത്തേക്ക് എത്തി നോക്കി. വിനു അവളെ പൊക്കിയെടുത്തുകൊണ്ട് ഡോറടിച്ചു. ബെഡിലേക്ക് അവളെ കിടത്തി. വിനുട്ട അവൾ പകപ്പോടെ അവനെ വിളിച്ചു. അന്ന് എന്തുകൊണ്ടാ എന്നോട് നീ അവന്മാർ നിന്നോട് ശല്യം ചെയ്ത കാര്യം പറയാതിരുന്നേ? അപ്പോ അതാണ് കാര്യം. ആദ്യം ഒന്ന് ചിരിച്ചു. എന്തിനാണ് നീ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ വിനോദിന് ഓർമ്മയില്ലേ അന്ന് അപ്പച്ചി മാമൻ്റെ ഷർട്ട് എടുത്ത് ഏടിൻ്റെ ഷർട്ടാണെന്ന് പറഞ്ഞ് ആ ഷർട്ട് ഓട്ടാക്കിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കിയ ദിവസം? അന്ന് വിനോട്ട് എന്നോട് ഏടൻ്റെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞല്ലേ? അന്നല്ലേ ഞാൻ ആദ്യമായി പ്രതികരിച്ചത്. വിനോട്ടൻ്റെ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഏട്ടനോട് മിണ്ടി വരട്ടെ എന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ഏട്ടൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ബാലുവും പോലെ വീർപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മിണ്ടിയപ്പോൾ അല്ലേ ഏട്ടന് സമാധാനമായത്. വിനോദിന്റെ കവിൾ കടിച്ചു നുണഞ്ഞു. ഞാൻ മിണ്ടി വരട്ടെന്ന് കാത്തിരിക്കുമായിരുന്നല്ലേ കള്ളിപ്പെണ്ണ്. വിനോദനെ വെറുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വിഷമം എനിക്കുണ്ടായിരുന്നു. അന്ന് സായി കേട്ടപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. വിനു അവളെ ചേർത്ത് പിടിച്ചു. അവളെ പിൻകഴുത്തിൽ നനവ് പടർന്നപ്പോൾ അവൾ പകപ്പോടെ വിനുവിനെ എഴുന്നേൽപ്പിച്ചു. വിനോട്ടാ എന്തിനെ കരയുന്നേ? വിഷമായോ? സോറി പൊന്നെ, ഞാൻ എൻ്റെ മോൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സോറിക്ക് എന്തിനാ പറയുന്നേ? വിനോട്ടാ ഭാര്യ ഭർത്താവിനിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒരിക്കലും താങ്ക്സ് സോറി ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ഒരു അകൽച്ച തോന്നിക്കും. സുഹൃത്ത് ബന്ധവും ഭാര്യ ഭർത്തൃ ബന്ധവും ഉറച്ചതാണ്. പരസ്പരം മനസ്സിലാക്കുമ്പോൾ ആണ് ഈ രണ്ട് ബന്ധവും തകരാതിരിക്കുന്നത്. അയ്യോ എൻ്റെ കാലിപ്പം പോലീസ് കരയാം. ആ കണ്ണൊക്കെ തുടിച്ച്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാലേ എന്നെ മാത്രമല്ല അൻസിനെ സംരക്ഷിക്കാൻ വീണിട്ടുള്ളിടത്തോളം ഒരുത്തനും ഞങ്ങളെ തൊടാൻ പറ്റില്ല. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ചൂട് ചായ കുടിക്കാം. വിനു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്
അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് ബാത്റൂമിൽ കയറി. അവന്റെ കുളി കഴിഞ്ഞതും ആദ്യം ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. വിനുട്ടാ, ഞാനിപ്പോൾ ചായ എടുത്തിട്ട് വരാം. ആദ്യം അടുക്കളയിൽ ചെന്ന് വിനുവിന് ചായ ഉണ്ടാക്കിയ റൂമിലേക്ക് നടന്നു. വിനുട്ടാ, ഇതാ ചായ. അവൻ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു. വിനുട്ടാ, ഞാൻ അൻസിക്ക് ഷർണറ്റിനും ചായ കൊടുത്തിട്ട് വരാം. അൻസി മാലിന്ന് വന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് ഉണർത്തട്ടെ. അവൻ മൂളിക്കൊണ്ട് കേസ് ഫയലിരുന്ന് നോക്കി. ആദ്യം അടുക്കൽ ചെന്ന് ചായ കപ്പിലേക്ക് ഒഴിച്ചു ഹോളിലേക്ക് നടന്നു. ഹോളിലിരിക്കുന്ന വിദ്യയ്ക്ക് അരുണും ശരനും ചായ കൊടുത്ത ശേഷം അവൾ അൻസിയുടെ റൂമിലേക്ക് നടന്നു. ആദ്യം അൻസി റൂമിലേക്ക് കയറി. അൻസിയെ ബെഡിൽ കാണാതെ വന്നതും ആദ്യം ചുറ്റും നോക്കി. അൻസി, ഇവളെവിടെ? ആദ്യം നിലത്തേക്ക് നോക്കി. അൻസി തലയിണയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കാണ്. അൻസി നിലത്താണോ കിടന്നേ? ആദ്യം അൻസിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ തട്ടി വിളിച്ചു. ഗുഡ് മോർണിംഗ് ആദു. ഗുഡ് മോർണിംഗ്. അല്ല അൻസി, ഗുഡ് ഈവനിങ്. ഈ നല്ല ഉറക്കമുണ്ടായിരുന്നു ആദു. അൻസി, നീ നിലത്താണോ കിടന്നേ? നിലത്തോ? ഞാൻ ബെഡ്. ഞാനങ്ങ് നിലത്തെത്തിയേ. ഞാൻ വന്നപ്പോൾ നിലത്തി കിടക്കുന്ന കണ്ടത്. ചിലപ്പോൾ സ്വപ്നം കണ്ട് ഉരുണ്ട് താഴെ വീണ് കാണും. എന്ത് സ്വപ്നം നീ കണ്ടേ? അത് ഞാൻ ഇച്ചാനത്ത് ബൈക്ക് യാത്ര ചെയ്യുന്നേ. നീ ഫ്രഷായി വാ, എന്നിട്ട് ഈ ചായ കുടിക്കേ. ഞാൻ റൂമിലുണ്ടാവും. നാളെ കോളേജിലേക്ക് പോകണ്ടല്ലേ. ഞാനിപ്പോൾ ഫ്രഷായിട്ട് വരാം. ഞാൻ വന്നിട്ട് നീ റൂമിലേക്ക് പോയാൽ മതി. അതു, ഇന്ന് നീയാണ് ചായ ഉണ്ടാക്കിയത്? അതെ. ഓ സൂപ്പർ. എന്ത് ടേസ്റ്റാണ് നീ ഉണ്ടാക്കുന്ന ഫുഡ്. ഇച്ചാൻ്റെ വീട്ടിലേക്ക് പോയതിനു മുന്നേ നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കണം. നീ അത് ചായ കുടിക്കും. വിനുട്ടാ, ഫയൽ നോക്കി കഴിഞ്ഞില്ലേ? ഇനി സ്റ്റേഷനിലേക്ക് പോകണോ? ഇനി പോണ്ട. വിനു ആദ്യേ അവൻ്റെ മടിയിലിരുത്തിയിട്ട് ടോപ്പിൻ്റെ അകത്തേക്ക് കൈയിട്ടുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് അമക്കി പിടിച്ചു. വിനുവേട്ടാ, എന്താ? നാളെ കോളേജിൽ പോലെ നന്നായി പഠിക്കണം കേട്ടോ. മൂളിയാ മാത്രം പോരാ. ഇനി മുതേ ഞാനായിരിക്കും നിന്റെ സാറ്. വീട്ടിൽ വന്ന ഉടൻ ക്ലാസ്സിലെടുത്ത് തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ. ആദി, നീ റെഡിയായി വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എങ്ങോട്ടാനു? അതൊക്കെ പറയാം. ആദ്യം നീ റെഡിയായി വാ. ആദ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. റോസ് കളർ സാരിയാണ് ആദ്യം ഉടുത്തത്. അതിന് മാച്ചായ കമ്മലും മാലയും വളയുമാണ് അവൾ ഇട്ടത്. താഴേക്ക് ഇറങ്ങി വരുന്ന ആദ്യയും വിനുവിനെയും എല്ലാവരും നോക്കി. ഈടിന് ആദ്യം എങ്ങോട്ടോ പോന്നേ? ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇപ്പോഴെങ്കിലും എൻ്റെ ഏട്ടന് തോന്നിയല്ലോ. എൻ്റെ ആദുവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ. പാവം എൻ്റെ ആദു എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയൂ. ഇപ്പോൾ പെങ്ങൾക്ക് സന്തോഷമായി. ആദു ഹാപ്പി ആയിട്ട് പോയി വാ. ആദ്യ വിദ്യയും അരുണയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിനുവിൻ്റെ ബുള്ളറ്റിൻ്റെ പിറകിൽ കയറിയിരുന്നു. സ്ഥലം എത്തിയതും വിനു ആദ്യ ബുള്ളറ്റിൽ നിന്നും ഇറക്കി അവളുടെ കണ്ണുമൂടി കെട്ടി. എന്തിനു വിനുട്ട എൻ്റെ കണ്ണുമൂടിയത്? അതോ, അവിടെ എത്തിയിട്ട് ഞാൻ കണ്ണിലെ കെട്ടയക്കാം. അവൻ അവളുടെ കൈ പിടിച്ച് പതിയെ നടന്നു. കുന്നിൻ്റെ മുകളിലേക്കാണ് അവൻ നടക്കുന്നത്. കുറെ ദൂരം എത്തിയതും ആദ്യക്ക് കാല് കടയാൻ തുടങ്ങി. വിനുട്ട, ഇനി എനിക്ക് ഒരു അടി നടക്കാൻ വയ്യ. കാലയ്ക്ക് നല്ല വേദന. വിനു ആദിയെ പൊക്കിയെടുത്ത് നടന്നു. കുന്നിൻ്റെ മുകളിലെത്തിയതും വിനു ആദിയെ താഴേക്ക് നിർത്തി. അവൻ അവളുടെ കണ്ണിലേക്ക് ഇട്ടയച്ചു. ആദ്യ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. വിനുട്ട, എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ. അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട്സിനെ കൂട്ടി ഇവിടേക്ക് വരും. വൈകുന്നേരമാണ് വരുന്നത്. വൈകുന്നേരം ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെയുള്ള കുഞ്ഞ് വീടുകളെ നോക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഗോപിയെ വിവാഹം കഴിച്ച് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ വിധി ആദ്യയെ കൂട്ടി ഇങ്ങോട്ട് വരണമെന്നായിരുന്നു. ആദ്യം ഇവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു. അവനും അവനോട് ചേർത്ത് പിടിച്ചു. കുറേ നേരം അവർ അവിടെ ഇരുന്ന ശേഷം കുന്നിൻ്റെ താഴേക്ക് ഇറങ്ങി. വിനു അവളെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനത്തരികളിലൂടെ അവർ രണ്ടുപേരും കൈകോർത്ത് കൊണ്ട് നടന്നു. വിനുട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അൻസിക്ക് ഷർണറ്റൻ ചോക്ലേറ്റ് വാങ്ങാം. ഷർണറ്റൻ ചോക്ലേറ്റ് നല്ല ഇഷ്ടമല്ലേ? വാങ്ങാം. വീടെത്തിയത് ഉമ്മറത്ത് കാറ് കണ്ട് ആദ്യയുടെയും വിനുവിൻ്റെയും നെറ്റി ചുളിഞ്ഞു. വിനുട്ടാ, ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? അറിയില്ല. ആദ്യം അകത്തേക്ക് ചെന്ന് നോക്കാം. സോഫയിലിരിക്കുന്ന അനിരുൻ്റെ അമ്മയെ കണ്ട് വിനു ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛമ്മേ, എപ്പോൾ വന്നു? ഞാൻ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ കണ്ണാ. ഞാൻ മാത്രമല്ല, കാവ്യമോളും വന്നിട്ടുണ്ട്. കാവ്യ അരുണിൻ്റെ അനിയത്തി, ഭാവനയുടെ മകള്. ഭാവനയും ഭർത്താവും ദേവും ചെന്നൈയിലാണ്. ദേവ് ബിസിനസ്മാനും ഭാവന ഡോക്ടറുമാണ്. ഭാമയെ പോലല്ല, ഭാവന നല്ല സ്വഭാവമാണ്. എവിടെ എൻ്റെ കണ്ണൻ്റെ ഭാര്യ? അച്ഛമ്മേ, ഇതാ എൻ്റെ ഭാര്യ രാധിക. മോളെ ഇങ്ങോട്ടേക്ക് വന്നേ. അച്ഛമ്മ ഒന്ന് കാണട്ടെ എൻ്റെ കണ്ണൻ്റെ ഭാര്യ. നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ, സാക്ഷാൽ പാർവതി ദേവിയെ പോലെ. അച്ഛമ്മ എല്ലാം അറിഞ്ഞു മോളെ. മോളുടെ ചേച്ചി അച്ഛമ്മയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായില്ല. ഞാൻ ഇവനോട് പറഞ്ഞതാണ്. പേരക്കുട്ടിയുടെ കല്യാണം കൂടെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ്റെ ഭാര്യ ഇവിടേക്ക് വരുന്നവളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. മഹാദേവൻ കാത്തു എന്ന് പറയാം. അതുകൊണ്ടല്ലേ അവളുടെ അനിയത്തിയായ മോളെ ഇവൻ വാങ്ങാൻ കഴിച്ചത്. എൻ്റെ കണ്ണനും മോളുമാണ് ഒന്ന് ചേരേണ്ടവർ. അച്ചമ്മയ്ക്ക് മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെക്കുറിച്ച് ആരും എന്നെ വിളിക്കുമ്പോൾ പറയും.
അപ്പം മുതൽ ഇങ്ങോട്ടേക്ക് വരാൻ മോളെ കാണാൻ എനിക്ക് ആഗ്രഹം തോന്നിയതാണ്. അച്ചമ്മ പറഞ്ഞു. ആദ്യം അച്ചമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അച്ചമ്മ ചായ കുടിച്ചാണോ? കുടിച്ചു മോളെ. മക്കൾ പുറത്തേക്ക് പോയി വന്നതല്ലേ, പോയി കുളിച്ചു വാ. എൻ്റെ കണ്ണിൻ്റെ ഭാര്യയോട് എനിക്ക് കുറേ സംസാരിക്കുന്നുണ്ട്. ആ അച്ചമ്മേ. വിനോട്ടാ, ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കാവ്യ കണ്ടിട്ട് വരാം. ശരി ആദി. വിനു മുകളിൽ അവൻ്റെ റൂമിലേക്ക് പോയി. ഹൻസി, ആ ആദു നീ വന്നു. കാവ്യ, ഇതാണ് ഞാൻ പറഞ്ഞ ആദു. ഹായ്. ഹായ് ആദി ചേച്ചി, ഞാൻ കാവ്യ, അരുൺമാമൻ്റെ അനിയത്തിയുടെ മോള്. ആദി ചേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അന്ന് എനിക്ക് 10th എക്സാം ആയിരുന്നു. അമ്മയും അച്ഛനും വരാൻ നിന്നതാ ഇങ്ങോട്ട്, പക്ഷേ ലീവില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഈ സുന്ദര ചേച്ചിയെ കാണാൻ അമ്മയും അച്ഛനും വരും. ഇവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ഏട്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കവി മതി, ആദ്യം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിനക്ക് ആദിനോട് പിന്നെയും സംസാരിക്കാം. എൻ്റെ ആദു ഇവൾക്കുണ്ടല്ലോ ആരെങ്കിലും അടുത്ത് കിട്ടിയാൽ പിന്നെ സംസാരിച്ചിരിക്കും. ഒരു വായടി പെണ്ണാണ്. അങ്ങനെയൊന്നുമില്ല ആ ചേച്ചി, ഈ അനുസരിച്ച് ചുമ്മാ പറയുന്ന. ആ ചേച്ചി ഫ്രഷായി വാ. ശരി മോളെ. അൻസി, ഞാൻ നിനക്കും ശാരടയും ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കില്ല ചേച്ചി ചോക്ലേറ്റ്. അതിന് മോള് വരുമെന്ന് എനിക്കറിയില്ലല്ലോ. അൻസി മോൾക്കും ചോക്ലേറ്റ് പകുതി കൊടുക്കുക കേട്ടോ. ആ അതു എന്നാ ചോക്ലേറ്റ്. ഞാനിപ്പോൾ വരാം കേട്ടോ. എന്നെ വിനോട്ടം കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല്. ആദി വിനുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്താദി, കുഞ്ഞനെത്തി കിട്ടിയപ്പോൾ എന്നെ വേണ്ടാതോ എൻ്റെ പെണ്ണിനെ? അങ്ങനെ പറയില്ല വിനുവേട്ട. ഇന്ന് ഈ ആദിക്ക് എൻ്റെ വിനുവേട്ടൻ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു.